ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. ഡിസംബർ 22 ഞായർ ലോക രക്ഷകന്റെ ആഗമനം എന്ന വിഷയം സഭ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നു. രക്ഷകന്റെ ആഗമനം ലോകത്തിന് സുവാർത്തയുടെ സന്ദേശമാണ്. പ്രതീക്ഷയുടെ ഈ ചരിത്രത്തെ ആദരവോടെ കാണുന്നതാണ് ക്രിസ്തുമസ്. ദൈവം ഏവർക്കും സമീപസ്ഥനാകുന്നു എന്ന മഹത്തായ സന്ദേശവും ഇത് നൽകുന്നു. ലോക സാഹചര്യങ്ങളിൽ ഇരുൾ മൂടുമ്പോൾ പ്രകാശത്തിന്റെ വൃത്താന്തമായി തിരുപ്പിറവിയെ കാണണം. പാപം വികലമാക്കിയ ലോകത്തെ അതിന്റെ പൂർവ്വ സൗന്ദര്യത്തിലേക്ക് നയിക്കുവാൻ യേശു അവതീർണനായി എന്ന മംഗളവാർത്ത എക്കാലവും ലോകത്തിന് പ്രതീക്ഷയുടെ സന്ദേശമാണ്. ഈ സത്യത്തെ നാം തിരിച്ചറിയേണ്ടത് തികഞ്ഞ അനിവാര്യതയാണ്. അവിടെയാണ് പുതിയ ലോകം സംജാതമാകുന്നത്. ഇപ്രകാരം സൃഷ്ടിക്കപ്പെടുന്ന പുതിയ ലോകത്തിലെ പുതിയ മനുഷ്യരാകുവാനാണ് ക്രിസ്മസിന്റെ ആഹ്വാനം. പ്രകാശിതമായ ഈ വിശ്വാസ സന്ദേശത്തെ ഹൃദയപൂർവ്വം അംഗീകരിച്ച് നന്മയുടെ യാത്രികരാകണം. ഇതാണ് ക്രിസ്മസിന്റെ സന്ദേശം. ലക്ഷ്യബോധം കൈമോശം വന്ന ലോകത്തിന് രക്ഷകന്റെ പിറവി നൽകുന്ന പ്രതീക്ഷകൾ വളരെയാണ്. അത് വർണ്ണനകൾക്കതീതമാണ്. ലോക രക്ഷകന്റെ ആഗമനം എന്ന ചിന്താവിഷയത്തിൽ ഈ സത്യത്തിന്റെ വിശദീകരണം കാണുവാൻ കഴിയും. ക്രിസ്തു സംഭവത്തിന്റെ സന്ദേശം നമ്മുടെ ആത്മീയതയെ പ്രകാശിപ്പിക്കുന്നതും പുത്തൻ പ്രചോദനങ്ങൾ നൽകാൻ പര്യാപ്തവുമാണ്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ വിധ ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു. ഒന്നാം പാഠഭാഗം യെശയ്യാവ് 11:1 മുതൽ 10 വരെ. മശിഹായിൽ ദർശിക്കുന്ന സവിശേഷതകളുടെ വിവരണമാണ് വേദഭാഗം. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും എന്ന വാക്കുകൾ വരുവാനുള്ള മശിഹായെക്കുറിച്ചുള്ള ദർശനമാണ്. അവനിൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ് അധിവസിക്കും എന്ന് പറയുമ്പോൾ മശിഹ അതിന്റെ നിസ്തുലത വ്യക്തമാക്കുവാനായിട്ട് യെശയ്യാവ് ശ്രമിക്കുന്നു. നീതിയും സമാധാനവും നിറഞ്ഞ ഭരണക്രമം മശിഹയുടെ ലക്ഷ്യമായി പറയുന്നു. ഭിന്നതകളും വൈരുദ്ധ്യങ്ങളും ഇല്ലാതെയാകുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രവാചകന്റെ ദർശനം ഏറ്റവും ശ്രേഷ്ഠമാണ്. സുന്ദരമായ ഈ പ്രതീക്ഷകൾ യേശുക്രിസ്തുവിൽ കൂടെ നിറവേറ്റപ്പെടുമെന്ന ചിന്തയാണ് രക്ഷകന്റെ ജനന വൃത്താന്തത്തിലൂടെ പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. രണ്ടാം പാഠഭാഗം അപ്പോസ്തലപ്രവൃത്തി 3:19 മുതൽ 26 വരെ. പത്രോസ് തന്റെ മുമ്പിൽ ആഗതരായ ജനസമൂഹത്തോട് പങ്കിടുന്ന അർത്ഥപൂർണമായ പ്രഭാഷണമാണ് വേദഭാഗം. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പത്രോസിന്റെ വിശദീകരണങ്ങൾ ക്രിസ്തുവിജ്ഞാനീയത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന മോശയുടെ വാക്കുകൾ യേശുക്രിസ്തുവിൽ നിറവേറ്റിയതായി പത്രോസ് അസന്നിഗ്ധമായി പറയുന്നു. അതിനാൽ കർത്താവിൽ ദൃശ്യമാകുന്ന പ്രവചന നിവൃത്തിയെ തിരിച്ചറിയണമെന്ന പത്രോസിന്റെ ആഹ്വാനം ശ്രദ്ധേയമാണ്. നാം അനുഗ്രഹം പ്രാപിക്കാനായി യേശുവിനെ ദൈവം അയച്ചിരിക്കുന്നു എന്ന സത്യവും ലോകം തിരിച്ചറിയണം. ഇതാണ് രക്ഷകന്റെ ആഗമനം നമുക്ക് നൽകുന്ന ആഹ്വാനം. ലേഖന ഭാഗം എബ്രായർ 1:1 മുതൽ 12 വരെ. യേശുക്രിസ്തുവിന്റെ ദൈവത്വം വ്യക്തമാക്കുന്നതിന് എബ്രായ ലേഖനകർത്താവ് നൽകുന്ന മനോഹരമായ വിവരണമാണ് വേദഭാഗം. പഴയ നിയമത്തിലെ ദൈവിക വെളിപ്പെടുത്തൽ പ്രവാചകന്മാർ മുഖാന്തരം നൽകപ്പെട്ടു എങ്കിലും അവ അപൂർണങ്ങളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടെയാണ് ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തൽ ലോകത്തിന് ലഭ്യമായത്. പിതാവായ ദൈവത്തിൽ ദൃശ്യമാകുന്ന സർവ്വസമ്പൂർണതകളും യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയും. അതിനാൽ അവൻ ദൈവമാകുന്നു എന്ന സത്യം മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം പാപങ്ങളുടെ ശാശ്വതമായ പരിഹാരവും യേശുക്രിസ്തു മനുഷ്യന് നൽകുന്നു. ദൈവ തേജസ്സിന്റെ പ്രഭയാകുന്ന യേശുവിൽ ദൃശ്യമാകുന്ന ഈ ദിവ്യഭാവങ്ങളെ മനസ്സിലാക്കുവാൻ എബ്രായ ലേഖനം ആഹ്വാനം ചെയ്യുന്നു.
ചരിത്രത്തിൽ അവതരണനായ യേശു ദൈവമാണെന്ന യാഥാർത്ഥ്യം ദൈവശാസ്ത്രപരമായി വേദഭാഗത്ത് വിശദീകരിക്കുന്നു. തിരുപ്പിറവിയുടെ ചിന്തകളെ അർത്ഥപൂർണമാക്കുവാൻ വേദഭാഗം സഹായകരമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ 1:9-18 വരെ. മനുഷ്യാവതാരത്തിന് വിശുദ്ധ യോഹന്നാൻ നൽകുന്ന മനോഹരമായ വിശദീകരണമാണ് വേദഭാഗം. തിരുജനന വൃത്താന്തം മറ്റ് സുവിശേഷകരിൽ നിന്നും വളരെ വ്യത്യസ്തമായി യോഹന്നാൻ അവതരിപ്പിക്കുന്നു. താത്വികവും ദൈവശാസ്ത്രപരമായ ആശയങ്ങളിലൂടെയാണ് തിരുജനന ചരിത്രത്തെ യോഹന്നാൻ ആലേഖനം ചെയ്യുന്നത്. ഇടിനാദത്തിന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന യോഹന്നാൻ തന്റെ വിവരണം ഇടിനാദത്തോടെ ആരംഭിക്കുന്നു എന്ന് പറയാം. ആശയങ്ങളിൽ ആഴം നിറഞ്ഞ വചനം, ലോഗോസ് എന്ന പദം ഇതിന് ഉദാഹരണമാണ്. വചനമെന്ന പ്രൗഢമായ ആശയത്തെ യോഹന്നാൻ തിരുപ്പിറവിയുമായി ബന്ധിപ്പിക്കുന്നു. ബൗദ്ധിക ലോകത്തിന് ക്രിസ്തുവിനെ പരിചയപ്പെടുത്താനുള്ള യോഹന്നാന്റെ ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഈ വാക്കിന്റെ വിശദീകരണത്തിൽ കൂടെ സുവിശേഷ രചന തുടരുന്നു. കർത്താവിന്റെ ആളത്വത്തെയും പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാക്കുവാനുള്ള യോഹന്നാന്റെ ശ്രമം ശ്രദ്ധേയമാണ്. വേദഭാഗം നൽകുന്ന 3 ചിന്തകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. 1. ദൈവം മനുഷ്യനായി തീർന്ന മഹാസംഭവം. വചനം ജഡമായി തീർന്നു. വാക്യം 14. ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ സാധ്യമല്ല എന്ന ജ്ഞാനസിദ്ധാന്തം ദുരുപദേശമായി പ്രചരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് വചനം ജഡമായി തീർന്നു എന്ന് യോഹന്നാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയുമെന്ന വിശ്വാസ വിളംബരത്തോടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതും ശ്രദ്ധേയമാണ്. ജഡധാരണം എങ്ങനെ സംഭവിച്ചു എന്നത് മാനുഷിക നിർവചനങ്ങൾക്ക് അപ്പുറത്തുള്ളതാണ്. സർവാതിശായിയായ ദൈവത്തിന്റെ മഹത്തായ രക്ഷാകര പദ്ധതിയാണ് ജഡധാരണം. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഫിലിപ്പിയർ 2:6 എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ ദൈവം പ്രകടമാക്കിയ മാനുഷിക ഭാവവും വിനയ പാരമ്യവുമാണ് അർത്ഥമാക്കുന്നത്. ലോകം ദർശിച്ച ഏറ്റവും വലിയ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാം. മനുഷ്യന്റെ സകല അനുഭവങ്ങളും ജഡധാരണത്തിൽ കൂടെ യേശു സ്വീകരിച്ചു. മനുഷ്യനുമായുള്ള പൂർണ്ണ ഏകീഭാവമാണ് ജഡധാരണം. ദ മീനിങ് ഓഫ് ദ ഇൻകാർണേഷൻ ഈസ് ദ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. സൃഷ്ടാവ് സൃഷ്ടിയായി തീർന്ന സംഭവം. ദ ക്രിയേറ്റർ ബിക്കെയിം ദ ക്രിയേഷൻ. മനുഷ്യനോടുകൂടിയുള്ള ദൈവത്തെയാണ് തിരുജനനത്തിൽ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ ഭാഷയിൽ ഇമ്മാനുവേലായ കർത്താവ്. യേശുവിന്റെ ക്രൂശ് മരണം എബ്രായ ലേഖന കർത്താവിന്റെ ഭാഷ്യത്തിൽ പാളയത്തിന് പുറത്താണ്. തള്ളപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും അവശന്മാരും ആർത്തന്മാരുമായവരുടെ വാസസ്ഥലമാണ് പാളയത്തിന് പുറത്തുള്ളത്. ക്രൂശ് മരണത്തിൽ അവരുമായി ഏകീഭവിക്കുന്നു. നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു എന്ന് നാം പ്രാർത്ഥിക്കുന്നതും വചനം ജഡമായി തീർന്നു എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ്. ക്രിസ്തു സാന്നിധ്യം ലോകത്തിന് യാഥാർത്ഥ്യമാക്കുവാൻ വിശ്വാസ സമൂഹത്തിന് ബാധ്യതയുണ്ട്. തിരുജനന വിളംബരം ഇത് പറയുന്നു. ലോകത്തിന്റെ പ്രശ്നങ്ങളെ അറിഞ്ഞ് അവിടെ ക്രിസ്തു സാന്നിധ്യം പകരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ മുമ്പിൽ എത്തുന്ന അശരണരിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു എന്ന് മദർ തെരേസ പറയുന്നത് ഇതേ അർത്ഥത്തിലാണ്. വചനം ജഡമായി തീർന്ന സംഭവം മിഥ്യയല്ല, അത് സത്യമാണെന്ന് നമ്മുടെ സാക്ഷ്യ ജീവിതത്തിൽ കൂടെ ദൃശ്യമാക്കുവാൻ തിരുജനനം ആഹ്വാനം ചെയ്യുന്നു. വചനം മനുഷ്യജന്മമെടുത്ത ചരിത്ര സംഭവം ക്രിസ്മസ് ചിന്തകളെ അർത്ഥപൂർണമാക്കുന്നു. 2. മനുഷ്യനോടുകൂടെ പാർത്ത ദൈവം. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വിശുദ്ധ യോഹന്നാൻ തന്റെ തനതായ ശൈലിയിൽ പറയുന്നതാണിത്. ദൈവം ലോകത്തെ അധികമായി സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. ഇതിന് അനുബന്ധമാണ്. ഇവിടെയെല്ലാം നമ്മോടുകൂടെ വസിക്കാൻ താൽപര്യപ്പെടുകയും ലോകത്തോട് കരുതൽ പ്രകടമാക്കുകയും ചെയ്യുന്ന ദൈവത്തെ കാണുന്നു. ഇസ്രായേലിന്റെ മരുഭൂമി യാത്രയിൽ വിശുദ്ധ കൂടാരത്തിന് മുൻപിൽ ആവഹിച്ച മേഘം ദൈവ സാന്നിധ്യത്തിന്റെ ബോധ്യം നൽകുന്നതായിരുന്നു.
അതിന് സമാനമായ ചിന്തയാണ് അവൻ നമ്മോടുകൂടെ പാർത്തു എന്ന വാക്കുകളിൽ കൂടെ യോഹന്നാൻ പങ്കിടുന്നത്. യോഹന്നാന്റെ ചിന്തയിൽ ലോകം ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഇടമാണ്. പലപ്പോഴും ആത്മീയതയിൽ ലോകനിഷേധം കടന്നുവരാറുണ്ട്. ഇത് ക്രിസ്തീയമല്ല. ക്രിസ്തു സംഭവത്തെ തമസ്കരിക്കുന്ന ആശയമാണ്. സ്വർലോക മന്ദിരം കൈവിട്ടു പാരിന്റെ വല്ലായ്മ തീർക്കാൻ അണഞ്ഞവൻ എന്ന് കവി മാത്യു ഉലകന്തർ പാടുന്നത് അർത്ഥവത്താണ്. പാരിന്റെ സകല വികലതകളും അകറ്റി സുന്ദരമായ ഒരു ലോകമാണ് തിരു അവതാരത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ ലോകത്തിൽ പാർത്തു. ഇതായിരുന്നു യേശുവിന്റെ പ്രവർത്തന മാനദണ്ഡം. കർത്താവ് കാണിച്ച ഈ ജീവിത മാതൃക നാം സ്വീകരിക്കണം. കൃപയും സത്യവും നിറഞ്ഞ വിശ്വാസ സമൂഹത്തിന്റെ മാറ്റമില്ലാത്ത അടിസ്ഥാനമാകണം നമ്മുടെ ആത്മീയത. വിപ്ലവകരമായ രണ്ട് പദങ്ങളാണ് കൃപയും സത്യവും. ദൈവ സ്വഭാവത്തിന്റെ പൂർണ്ണമായ അനാവരണമായി ഇതിനെ കാണാം. ദിവ്യമായ ഈ അനുഭവങ്ങൾ നിറഞ്ഞ സമൂഹത്തിന് മാത്രമേ ചലനങ്ങൾ സൃഷ്ടിക്കാനാവൂ. അവിടെയാണ് നീതിബോധവും ആർദ്രതയും നിറയുന്നത്. കർത്താവ് ഇത് വ്യക്തമായി വെളിപ്പെടുത്തി. തന്റെ അനുഗാമികൾ അതിന്റെ തുടർച്ചക്കാരാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ദൃശ്യമായ നന്മകൾക്ക് ശോഷണം സംഭവിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ കാരമില്ലാത്ത ഉപ്പുപോലെയും പ്രകാശമില്ലാത്ത വിളക്ക് പോലെയുമാണ്. ചോദ്യം ചെയ്യാനാവാത്ത ധാർമ്മികതയുടെയും ആദർശത്തിന്റെയും ആൾരൂപങ്ങളായി നാം തീരണം. അതാണ് യോഹന്നാന്റെ വാക്കുകളിൽ ധ്വനിക്കുന്നത്. മൂന്നാമതായി, ദൈവത്തെ വെളിപ്പെടുത്തുന്ന അനുഭവം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദൈവം എവിടെയാണ്? ദൈവം ആരാകുന്നു? തുടങ്ങിയ ചോദ്യങ്ങൾ എന്നും മനുഷ്യൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. മനുഷ്യന്റെ ഈശ്വരാന്വേഷണമാണ് ഈ വാക്കുകളിൽ നാം കേൾക്കുന്നത്. യേശുക്രിസ്തുവിൽ കൂടെ ലോകത്തിന് ദൈവം സ്വയം വെളിപ്പെടുത്തിയതാണ് തിരുജനനം. അതാണ് സുവിശേഷം. ഞങ്ങൾ കണ്ടു എന്ന പ്രഖ്യാപനം യോഹന്നാന്റെ നേർസാക്ഷ്യമാണ്. ആവർത്തിക്കപ്പെടുന്ന വാക്കായി സുവിശേഷത്തിൽ ഇത് കാണുന്നു. യേശു ഒരു മായക്കാഴ്ച ആയിരുന്നു എന്ന് പഠിപ്പിച്ച ജ്ഞാന സിദ്ധാന്ത ദുരുപദേശങ്ങളുടെ ഖണ്ഡനമായിരുന്നു ഈ സാക്ഷ്യം. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യപ്രതികരണമാണ് യേശുക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. തിരുജനനം ഈ സത്യമാണ് പ്രഘോഷിക്കുന്നത്. ദൈവത്തെ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ആത്മദാഹം ശമിക്കുന്നത് യേശുവിനെ കണ്ടെത്തുമ്പോഴാണ്. വിശുദ്ധ പൗലോസ് തുടങ്ങി അനേകരുടെ ചരിത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. നമ്മിൽ കൂടെ യേശുവിനെ ലോകത്തിന് ദൃശ്യമാക്കണം. നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ, പത്രങ്ങൾ തുടങ്ങിയ വിശേഷണങ്ങൾ വിശുദ്ധ പൗലോസ് ഈ അർത്ഥത്തിലാണ് നൽകുന്നത്. ഇതിൽ പരാജയപ്പെടരുത്. ആദിമസഭയുടെ ജീവിതവും പ്രവർത്തനങ്ങളും യേശുവിനെ മനസ്സിലാക്കാനുള്ള വിശാല ഇടങ്ങൾ ആയിരുന്നു. അതാണ് ആദിമസഭയുടെ വളർച്ചയ്ക്ക് കാരണമായത്. വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞ് ലോകത്തിൽ പാർത്ത സംഭവം വർത്തമാനകാല യാഥാർത്ഥ്യമാക്കുവാൻ തിരുജനനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ആഘോഷങ്ങളും ആചാരങ്ങളും ആ സത്യത്തിന്റെ പ്രഭ കെടുത്തുവാൻ ഇടയാക്കരുത്. ലോകം പലവിധമായ ഭീതിയിൽ അമർന്നിരിക്കുമ്പോൾ ലോകത്തെ അധികമായി സ്നേഹിച്ച ദൈവസ്നേഹം നമുക്ക് ആശ്വാസത്തിന്റെ അനുഭവമാണ്. ലോകത്തെ വിസ്മരിച്ച ദൈവത്തെ അല്ല, ആർദ്രമായി സ്നേഹിച്ച് നമ്മോടുകൂടെ പാർത്ത ദൈവത്തെ ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നു. അത് പ്രതീക്ഷയുടെ മയൂഖമാണ്. അതിനാൽ ലോകരക്ഷകന്റെ ആഗമനം എന്ന ചിന്താവിഷയം അർത്ഥവത്താകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.